2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചിൻ FSI ആസ്ഥാനത്ത് റാലിയും ശുചീകരണ പ്രവർത്തനവും സംഘടിപ്പിച്ചു. സമുദ്ര പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന പടിയായി ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയുടെ കൊച്ചിൻ ആസ്ഥാനം ഗ്ലോലിറ്റർ പങ്കാളിത്ത പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി ഫിഷറീസ് ഹാർബറിൽ റാലിയും ശുചീകരണ പ്രവർത്തനവും സംഘടിപ്പിച്ചു. സമുദ്ര പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ M. ഹബീബുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഓഫീസർമാരും ആസ്ഥാന സ്റ്റാഫും ജാഗ്രതയോടെ റാലിയിൽ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ ഗുരുതരമായ സ്വാധീനം അടയാളപ്പെടുത്തുന്ന പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തി. ഗ്ലോലിറ്റർ പങ്കാളിത്ത പദ്ധതി സമുദ്ര മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായി നിലകൊള്ളുന്ന ഒരു ആഗോള സംരംഭമാണ്. കൊച്ചിയിലെ പരിപാടി പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ ഇത് സമുദ്ര പരിസ്ഥിതി സംരക്ഷണത്തിൽ സംയുക്ത പ്രവർത്തനത്തിന്റെയും സമൂഹം ഏർപ്പെടേണ്ടതിന്റെയും ആവശ്യകതയെ കൂടുതൽ അടിവരയിടുന്നു. ഭാരതീയ മത്സ്യപരിവേഷണ കേന്ദ്രം കൊച്ചിൻ മേഖലാടിസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ അനുമതിയോടെ നമ്മുടെ ഭാരതത്തിലുടനീളം നടന്നുവരുന്ന ഗ്ലോലിറ്റർ പ്രോജക്റ്റ്, അതായത് സമുദ്രജന്യമായ അതിലെ സമുദ്രത്തിലേക്ക് വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയും അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാം പരിപാടിയായി നമ്മൾ കേരളത്തിൽ നടത്തിക്കൊണ്ടുവരുന്ന അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ന് കൊച്ചിൻ ബേസ് ഓഫ് FSI ഉദ്യോഗസ്ഥരും ഓഫീസേഴ്സും സ്റ്റാഫും എല്ലാവരും ഇന്ന് തോപ്പുംപടി ഫിഷറീസ്, നമ്മുടെ കൊച്ചങ്ങാടി ബേസ് ഓഫീസിൽ നിന്ന് തോപ്പുംപടി ഫിഷറീസ് ഹാർബറിലേക്ക് ഒരു റാലിയും അവയർനെസ് റാലിയും നമ്മൾ ഒരു ക്ലീനിങ് പ്രോഗ്രാമും ഇന്നിവിടെ നടത്തിയിരിക്കുകയാണ്. തോപ്പുംപടി ഫിഷറീസ് ഹാർബർ, കൊച്ചിൻ ഫിഷറീസ് ഹാർബറിൽ നമുക്കറിയാം, നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി കഴിഞ്ഞു. ഈ പ്ലാസ്റ്റിക് നമ്മളുടെ ഒരു അൺസയൻറ്റിഫിക് യൂസേജ് കൊണ്ട് നമ്മളുടെ ഈവൻ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നം കാരണം ഇത് അൾട്ടിമേറ്റ്ലി വന്നെത്തുന്ന നമ്മുടെ സമുദ്രത്തിലേക്കും അതവിടെ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയും ജീവജാലങ്ങളെയും എല്ലാം വളരെ മോശമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. സമുദ്രത്തിലേക്ക് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റി അത്രയും കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് കരയിൽ നിന്നല്ലേ നമ്മൾ ഇടപെടുന്ന മേഖല, അതായത് നമ്മുടെ ഫിഷറീസ് മേഖലയിൽ നിന്നും സമുദ്രജന്യപ്പെട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് സയൻറ്റിഫിക്കലി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, നമ്മുടെ കടൽ എങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് വിമുക്തമാക്കാം എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും റാലിയിലും ശുചീകരണ പ്രവർത്തനത്തിലും FSI സ്റ്റാഫുമായി ചേർന്ന് പങ്കെടുത്തു. അവരുടെ പങ്കാളിത്തം പരിസ്ഥിതി സംരക്ഷണ ശ്രമങ്ങളിൽ സമൂഹത്തിന്റെ പങ്കാളിത്തത്തിന്റെ നിർണായക പങ്ക് ദൃശ്യമാക്കുന്നു. കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നടന്ന റാലിയും ശുചീകരണ പ്രവർത്തനവും ഗ്ലോലിറ്റർ പങ്കാളിത്ത പദ്ധതി എന്നതിന്റെ പ്രതിബദ്ധതയെയും സമുദ്ര പരിസ്ഥിതികൾ പ്ലാസ്റ്റിക് മലിനത്തിന്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള FSIയുടെ പരിശ്രമങ്ങളെയും തെളിയിക്കുന്നു. നമ്മളിപ്പോൾ തുടർച്ചയായി ഇപ്പം എറണാകുളം ജില്ലയിൽ തന്നെ ഇത് 3ാമത്തെ പരിപാടിയാണ് ഇന്ന് നടന്നത്. ആദ്യം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നടന്നു, പിന്നെ നമ്മൾ കാളമുക്ക് കഴിഞ്ഞു, ഇന്ന് നമ്മളിവിടെ കൊച്ചിൻ ഫിഷറീസ് ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഇന്ന് പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഹബീബുള്ള സാറാണ്, കൗൺസിലറാണ് നമ്മുടെ ഇവിടുത്തെ. അപ്പം സാറായാലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായാലും എല്ലാവർക്കും ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ഈ ഒരു പ്രവൃത്തിയുടെ സിഗ്നിഫിക്കൻസ് നല്ല രീതിയിൽ മനസ്സിലായെന്ന് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം എല്ലാവരുടെയും ആ ഒരു ഇൻട്രാക്ഷൻ നമുക്കതാണ് മനസ്സിലായത്. അപ്പം അവർ നമ്മളടുത്ത് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തുടർച്ച ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.